ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ ഇന്ന് ലീഗലി വീർ എന്നൊരു വ്യത്യസ്തമായ തെലുങ്ക് സിനിമയുടെ കഥയാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഒരു വക്കീൽ തന്റെ കാമുകിയുമായി രാത്രി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കോളിൽ നിങ്ങൾ എന്ത് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ആരോ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത്. ഈ സംഭവം ആന്ധ്രാപ്രദേശിനെ മുഴുവൻ ഞെട്ടിക്കുന്നു. ആ വക്കീലിന് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താനായി മറ്റൊരു വക്കീൽ പുറപ്പെടുന്നു. അതിനുശേഷം അവിടെ എന്ത് ട്വിസ്റ്റുകളാണ് കാത്തിരിക്കുന്നത് എന്നെല്ലാമാണ് ഈ കഥയിൽ നമ്മൾ ആവേശത്തോടെ കാണാൻ പോകുന്നത്. ഈ സിനിമ തെലുങ്കിൽ മാത്രമാണ് റിലീസായിട്ടുള്ളത്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒക്ടോബർ 27 രാത്രി 10 മണി കാണിക്കുന്നു. അവിടെ ഒരു വക്കീലിന്റെ ഓഫീസാണ് കാണിക്കുന്നത്. ഈ വക്കീലിന്റെ പേരാണ് ബാല. നേരത്തെ പറഞ്ഞതുപോലെ ഈ ബാല തന്റെ കാമുകിയായ പെൺകുട്ടിയുമായി സെൽഫോണിൽ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ എന്താണ്, നിങ്ങൾ എന്ത് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതേസമയം ബാലയ്ക്ക് അദ്ദേഹത്തിന്റെ ക്ലയന്റിൽ നിന്ന് മറ്റൊരു ഫോൺ കോൾ വരുന്നു. ഒരു അത്യാവശ്യ മീറ്റിംഗ് ഉണ്ട്, ഉടനെ തന്നെ പുറപ്പെടണം, ഓഫീസിലേക്ക് വരണം എന്നിങ്ങനെ പറയുമ്പോൾ ബാലയും തന്റെ കാമുകിയോട് പ്രധാനപ്പെട്ട ജോലിക്കായി പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്ന് പുറത്തു വരുന്നു. എന്നാൽ അവിടെ വെച്ചാണ് ഭയാനകമായ ഒരു ശബ്ദം കേൾക്കുന്നത്. അവിടെ ആ വക്കീൽ ബാലയെ ദുരൂഹമായ സാഹചര്യത്തിൽ ആരോ കൊലപ്പെടുത്തുന്നു. അവിടെ എത്ര CCTV ക്യാമറകൾ ഉണ്ടായിട്ടും ഒരൊറ്റ ക്യാമറയിലും ഇത് പതിഞ്ഞില്ല. അദ്ദേഹം തളർന്ന് താഴെ വീഴുന്നത് മാത്രമാണ് ക്യാമറയിൽ രേഖപ്പെടുത്തുന്നത്. കട്ട് ചെയ്യുമ്പോൾ ഇനി നമ്മൾ നമ്മുടെ നായകനായ വീറിനെ കാണിക്കുന്നു. നമ്മുടെ നായകൻ അമേരിക്കയിൽ നിന്ന് തന്റെ ജോലി ഉപേക്ഷിച്ച് ആന്ധ്രയിലെ വീട്ടിലേക്ക് മടങ്ങി വരുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ നായകന് ഒരച്ഛനും അമ്മയും ഉണ്ട്. രണ്ടുപേർക്കും നന്നായിട്ട് വയസ്സായിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം മകനെ വീട്ടുമുറ്റത്ത് കാണുന്ന അച്ഛൻ കണ്ട നായകളെല്ലാം വീട്ടിലേക്ക് തിരികെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വീട് വിട്ടു പോകുന്നതും നമ്മുടെ നായകൻ തല കുനിച്ച് വീട്ടിന്റെ അകത്തേക്ക് വരുന്നതും കാണിക്കുന്നു. നായകനെ കണ്ട അമ്മ കണ്ണീരണിഞ്ഞിരിക്കുന്നു. അമ്മ, ഞാനെല്ലാം ഉപേക്ഷിച്ചു, ഇനി നിങ്ങളുടെ കൂടെ ആയിരിക്കും ഉണ്ടാവുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അമ്മയ്ക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമ്മുടെ നായകൻ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വരുന്നു. അവിടെ പൊടി പിടിച്ച് കിടക്കുന്ന മുറി വൃത്തിയാക്കി തന്റെ ബാഗെല്ലാം വെച്ച് അമ്മയുടെയും അച്ഛന്റെയും കൂടെ താമസിക്കാൻ തുടങ്ങുന്നു. അമ്മ ഇദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പുന്നുണ്ട്. നീ തിരികെ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷെ എത്ര വർഷം കഴിഞ്ഞായിരിക്കും വരിക എന്നറിയില്ലായിരുന്നു എന്ന് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഇൻസ്പെക്ടറെ കാണിക്കുന്നു. ഇന്നലെ രാത്രി ഈ വക്കീൽ ബാലയെ ദുരൂഹമായി കൊലപ്പെടുത്തിയ വിവരം കേട്ട് പോലീസ് സംഭവ സ്ഥലത്ത് എത്തുന്നു. അവിടെ നിന്ന് ലഭിച്ച ചില തെളിവുകളെല്ലാം അവർ കൊണ്ടുപോകുന്നു. ഇവിടെ നമ്മുടെ നായകനും തന്റെ സുഹൃത്തിനെ കാണാൻ വരുന്നുണ്ട്. നായകന്റെ സുഹൃത്ത് ഇപ്പോൾ ഒരു വക്കീലാണ്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ എത്ര വലിയ വക്കീലായിരുന്നു നീ, ഇപ്പോൾ എന്തിനാണ് ജീവിതം കളഞ്ഞ് വേറെ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ തിരികെ വന്നത് എന്ന് സുഹൃത്ത് നായകനോട് ചോദിക്കുമ്പോഴാണ് നായകൻ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഒരു ഭയാനകമായ സംഭവം പറയുന്നത്. നമ്മുടെ നായകൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ വക്കീലായിരുന്നു. ഒരു ഫേമിൽ ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആ ഫേമിൽ നിന്ന് രാജിവെച്ച് താൻ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോവുകയാണ്, ഒരു IT സൊല്യൂഷൻ തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വക്കീൽ ജോലി ഉപേക്ഷിച്ച് അച്ഛനമ്മമാരെയും ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് പോയി. അവിടെ എത്തി IT സൊല്യൂഷൻ തുടങ്ങിയിരുന്നു. അതേ നാട്ടിൽ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ട് പ്രണയിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തുടങ്ങിയ കമ്പനി നഷ്ടത്തിലായി. അദ്ദേഹം കോടിക്കണക്കിന് പണം സമ്പാദിച്ച് ബംഗ്ലാവൊക്കെ സ്വന്തമാക്കി സെറ്റിലായെങ്കിലും അതെല്ലാം കടത്തിൽ മുങ്ങിയിരുന്നു. അതേസമയം നമ്മുടെ നായകന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. നമ്മുടെ നായകനെ അവർ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി തിരക്ക് കാരണം എടുക്കാതെ പോയിരുന്നു. ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ ഭാര്യ വേദന കാരണം കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മുടെ നായകനിൽ നിന്ന് പൂർണ്ണമായി അകലുന്നു. ഈ ദുരിതവും ബിസിനസ്സിലുണ്ടായ നഷ്ടവും അദ്ദേഹത്തെ തളർത്തുന്നു. ഇപ്പോൾ ഭാര്യയില്ലാതെ, വീടില്ലാതെ, ബിസിനസ് ഇല്ലാതെ തെരുവിലായ ശേഷമാണ് നമ്മുടെ നായകന് അച്ഛനമ്മമാരെ ഓർമ്മ വരുന്നത്. നമ്മുടെ നാട്ടിലേക്ക് തിരികെ വന്ന് സെറ്റിൽ ആവാം എന്ന് തീരുമാനിച്ചാണ് ഇപ്പോൾ നാട്ടിലേക്ക് തിരികെ വരുന്നത്. ഈ കഥയും തന്നെ സുഹൃത്തിനോട് പറയുന്നു. അതേസമയം നമ്മുടെ നായകൻ വീട്ടിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ ഭക്ഷണം കഴിക്കുമ്പോൾ ചുമച്ച് ശ്വാസം മുട്ടുന്നു. അവൻ വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ നായകന്റെ അച്ഛൻ അവനോട് സംസാരിക്കാൻ വിസമ്മതിക്കുന്നു. അതിനൊരു പ്രധാന കാരണം നമ്മുടെ നായകന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചാണ് വക്കീലാക്കിയത്. ഒരു വക്കീലാകണം എന്നതായിരുന്നു നായകന്റെ അച്ഛന്റെ ലക്ഷ്യം. എന്നാൽ തന്റെ മകൻ ഇങ്ങനെ വഴിതെറ്റി പോയല്ലോ എന്ന ദുഃഖത്തിലും നമ്മളെ മറന്നുപോയല്ലോ എന്ന സങ്കടത്തിലുമാണ് നായകനോട് സംസാരിക്കാതെ ഇരിക്കുന്നത്. അതേസമയം ഇവിടെ ഒരു വക്കീലിനെ കൊലപ്പെടുത്തിയല്ലോ. അദ്ദേഹത്തിന്റെ കേസ് കൃഷ്ണൻ എന്ന വലിയൊരു വക്കീൽ ഏറ്റെടുക്കുന്നു. ഇവിടെ ആ ബാലയുടെ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്പെക്ടറെയാണ് കാണിക്കുന്നത്. ആ ഇൻസ്പെക്ടർ മരിച്ചുപോയ ബാലയുടെ അച്ഛനെ വിളിച്ച് നിങ്ങളുടെ മകന് എന്തെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ, അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, എന്തെങ്കിലും ഓർത്തെടുത്ത് പറയേ എന്ന് ചോദിക്കുമ്പോൾ ബാലയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഒരു ദിവസം ഞാൻ എൻ്റെ മകനോടൊപ്പം ബസ് സ്റ്റാൻഡിൽ പോയപ്പോൾ എൻ്റെ മകനെ ആ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു അജ്ഞാതൻ പെട്ടെന്ന് കൈ നീട്ടി ഭയങ്കരമായി അടിച്ചു. അതേ ദിവസം രാവിലെ എൻ്റെ മകൻ ബാല വീട്ടിലേക്ക് വന്നപ്പോൾ അവന്റെ നെറ്റിയിൽ ഒരു മുറിവുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അവനെ ബസ് സ്റ്റാൻഡിൽ വെച്ച് അടിച്ച അതേ വ്യക്തി തന്നെയായിരിക്കും വീണ്ടും ഇവനെ മുറിവേൽപ്പിച്ചിരിക്കുക. എനിക്ക് അവനെയാണ് സംശയം. അവനാണ് പ്രതികാരം മനസ്സിൽ വെച്ച് എൻ്റെ മകനെ പൂർണ്ണമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ വീണ്ടും പോലീസുകാർ ചില CCTV ക്യാമറകൾ പരിശോധിക്കുമ്പോൾ ഈ ബാല മരിച്ച സ്ഥലത്തിന് അടുത്ത് ഒരു പെൺകുട്ടി കുട ചൂടി നടന്നു പോകുന്നത് കാണുന്നു.
ഒരുപക്ഷെ ആ പെൺകുട്ടി ഈ ബാലയെ ആരാണ് കൊലപ്പെടുത്തിയെന്ന് കണ്ടിരിക്കാം. അവൾ ആരാണെന്ന് കണ്ടെത്തണം എന്നും പോലീസ് തീരുമാനിക്കുന്നു. അപ്പോഴാണ് വൈദേഹി എന്നൊരു പെൺകുട്ടിയെ കാണിക്കുന്നത്. ഇവരാണ് ആ പെൺകുട്ടി. ആ പെൺകുട്ടിയും ബാലയെ അങ്ങനെ കണ്ട സംഭവം ഓർത്ത് ഭയപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ നായകന്റെ അച്ഛനുണ്ടല്ലോ, അദ്ദേഹത്തിന് നെഞ്ചുവേദന വരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു. എന്താടാ, നമ്മൾ എവിടെ പോയാലും നമുക്ക് ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലും ചീത്ത സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നായകൻ തകർന്നിരിക്കുമ്പോൾ നായകന്റെ അമ്മ നായകന്റെ കയ്യിൽ പിടിച്ച്, നിങ്ങൾ വക്കീലാകണമെന്ന് നിങ്ങളുടെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു. നീ ഇതുവരെ നിനക്ക് വേണ്ടിയും നിന്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ഇപ്പോഴെങ്കിലും നിന്റെ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ നീ വീണ്ടും വക്കീലാവണം. അതിലൂടെ അദ്ദേഹത്തിന്റെ അസുഖങ്ങളെല്ലാം മാറും എന്നും പറയുന്നു. അതിനുശേഷമാണ് നമ്മുടെ നായകൻ 10 വർഷം മുമ്പ് ഉപേക്ഷിച്ച ആ വക്കീൽ ജോലി വീണ്ടും തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നായകന്റെ സുഹൃത്ത് ഒരു വക്കീലായിരുന്നല്ലോ. അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് ചില കേസുകളിൽ നമ്മുടെ നായകൻ ഹാജരാവുന്നു. എങ്കിലും നമ്മുടെ നായകന് പഴയതുപോലെ വാദിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പോകുന്ന കേസുകളിലെ നിയമങ്ങൾ പോലും മറന്ന് തെറ്റായി പറഞ്ഞ ജഡ്ജിയോട് വഴക്ക് കേട്ട് അദ്ദേഹം എടുക്കുന്ന എല്ലാ കേസുകളിലും തോൽക്കുന്നു. ഏകദേശം 3 കേസുകൾ നമ്മുടെ നായകൻ എടുക്കുന്നുണ്ട്. ആ 3 കേസുകളിലും അദ്ദേഹം തോൽക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് പോലീസുകാർക്കും ആ കുട ചൂടി നടന്ന പെൺകുട്ടി ആരാണെന്നതിനെ കുറിച്ച് ഒരു സൂചന ലഭിക്കുന്നു. അതായത് ആ ബാല മരിച്ചുപോയ സ്ഥലത്തിന് അടുത്ത് ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ട്. അവിടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി. ആ കമ്പനിയിൽ പോയി അന്വേഷിച്ചാൽ ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്താൻ കഴിയും എന്ന് അവർ പറയുന്നു. മറ്റൊരു ഭാഗത്ത് വൈദേഹി ഉണ്ടല്ലോ, ആ പെൺകുട്ടി, അവരും വാർത്തകളിൽ ഈ ബാലയുടെ കേസിനെ കുറിച്ച് ശ്രദ്ധിച്ച് അത് ഓർത്ത് ഭയപ്പെട്ടിരിക്കുകയാണ്. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നായകനെ കോർട്ടിൽ കാണിക്കുന്നു. 3 കേസുകൾ തോറ്റുപോയതിനു ശേഷം അദ്ദേഹം വളരെ തകർന്ന് ഒരു മൂലയിൽ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അതേ കോർട്ടിലേക്ക് ഒരു ഭാര്യയും അവരുടെ മകളും വന്നിട്ടുണ്ട്. എന്റെ ഭർത്താവിനെ കള്ളക്കേസ് ഉണ്ടാക്കി പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി, എങ്ങനെയെങ്കിലും ജാമ്യം എടുത്ത് എന്റെ ഭർത്താവിനെ പുറത്തിറക്കണമെന്ന് പറഞ്ഞ് അവർ അവിടെയുള്ള പല വക്കീലന്മാരോടും കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു ചെറിയ മകളുണ്ട്. അവളും നമ്മുടെ നായകന്റെ അടുത്ത് വന്ന്, നിങ്ങളും വക്കീലല്ലേ, എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അദ്ദേഹത്തെ എടുത്ത് അകത്തിട്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കണമെന്ന് ചോദിക്കുമ്പോൾ, അമ്മ, നമ്മളെപ്പോലുള്ളവർക്ക് നീതി കിട്ടില്ല, എല്ലാം നമ്മുടെ തലയിൽ എഴുത്ത്, വാ പോവാമെന്ന് പറഞ്ഞ് അവരുടെ അമ്മ മകളെയും കൂട്ടി പോകുന്നു. അപ്പോഴാണ് നായകൻ ഈ കേസ് ഏറ്റെടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതേസമയം ഇവിടെ വൈദേഹി ഉണ്ടല്ലോ, അവർ അവരുടെ ഫിയാൻസയോടൊപ്പം ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്കകം അവർക്ക് വിവാഹം നടക്കാൻ പോവുകയാണ്. അങ്ങനെ ഹോട്ടലിൽ വന്നിട്ടും സ്വസ്ഥമായ ഭക്ഷണം കഴിക്കാതെ സെൽഫോണിൽ ഈ മരിച്ചുപോയ ബാലയുടെ കേസിനെ കുറിച്ച് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന അവരുടെ ഫിയാൻസയ്ക്ക് ഒരു സംശയം വരുന്നുണ്ട്. എന്തിനാണ് കുറച്ച് ദിവസമായി പരിഭ്രമിച്ചിരിക്കുന്നത്? നിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വൈദേഹി ഭയത്തോടെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വക്കീൽ റോഡിൽ മരിച്ചുപോയത് ഞാൻ കണ്ടു. ശരിക്കും ആ വക്കീലിനെ കൊലപ്പെടുത്തിയിട്ട് ഒരാൾ അവിടെ നടന്നു പോയിരുന്നു. അവനെയും ഞാൻ കണ്ടു. ഇതെനിക്ക് ഉള്ളിലും വയ്ക്കാൻ കഴിയാതെ പുറത്തും പറയാൻ കഴിയാതെ ഞാൻ വളരെ ഭയപ്പെടുന്നു എന്നും പറയുന്നു. ഉടനെ തന്നെ അവളുടെ ഫിയാൻസെ പറയുന്നുണ്ട്, നീ ഒന്നിനെ കുറിച്ചോർത്തും ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ പോലീസ് സ്റ്റേഷനിൽ പോയി നീ കണ്ട കാര്യങ്ങൾ പരാതിയായി നൽകുക എന്ന് പറഞ്ഞ് അവരെ പിന്തുണയ്ക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ വൈദേഹി അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അങ്ങനെ വൈദേഹി വരുന്ന അതേ പോലീസ് സ്റ്റേഷനിലേക്കാണ് നമ്മുടെ നായകനുണ്ടല്ലോ അദ്ദേഹവും വരുന്നത്. അങ്ങനെ നമ്മുടെ നായകൻ അവിടെയുള്ള കോൺസ്റ്റബിളിനെ കണ്ട്, നമസ്കാരം സർ, ഞാനൊരു വക്കീലാണ്. രാമരാജു എന്നൊരാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ടെന്ന് കേട്ടു. അദ്ദേഹം എന്തോ കാറ് മോഷിച്ച് വിറ്റു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു നിരപരാധിയാണ്. അദ്ദേഹത്തെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ ആ കോൺസ്റ്റബിൾ ഒരു ഞെട്ടിക്കുന്ന കാര്യം പറയുന്നു. അദ്ദേഹത്തെ കേസ് കൊടുത്ത് അകത്ത് വെച്ചിട്ടില്ല, സംശയത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ കാറുടമയുടെ ഡ്രൈവറായിട്ടാണ് രാമരാജു ജോലി ചെയ്തിരുന്നത്. അങ്ങനെ അവൻ ഓടിച്ച കാറാണ് കാണാതായത്. പക്ഷെ അത് അവൻ തന്നെയാണ് എടുത്തതെന്ന് ഞങ്ങൾക്കറിയില്ല. കാറിന്റെ ഓണറാണ് അങ്ങനെ സംശയിച്ചിരിക്കുന്നത്. ഓൾറെഡി ഈ രാമരാജുവിന്റെ പേരിൽ ധാരാളം മോഷണ കേസുകൾ ഉള്ളതുകൊണ്ട് അവനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോർട്ടിൽ വന്ന് സംസാരിച്ചോളൂ എന്നും പറയുന്നു. ഇപ്പോൾ നമ്മുടെ നായകനും ആ കാറുടമയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് ബദ്രിനാഥ് എന്നാണ്. അദ്ദേഹത്തെ പോയി കാണുന്നുണ്ട്. സർ, നിങ്ങളുടെ ഡ്രൈവറാണോ ഈ രാമരാജു? അവൻ നിങ്ങളുടെ കാർ എടുത്തുകൊണ്ട് പോയി വിറ്റോ? അതിനുവേണ്ടിയാണോ കേസ് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ, അതെ, അന്ന് രാത്രി ഏകദേശം 10 മണിയായിരിക്കും. പെട്ടെന്ന് എൻ്റെ കാറ് സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടു. അപ്പോൾ പുറത്തുനിന്ന് നോക്കിയപ്പോൾ എൻ്റെ കാറും കാണുന്നില്ല, എൻ്റെ ഡ്രൈവറെയും കാണുന്നില്ല. അവൻ തന്നെയാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നും അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നമ്മുടെ നായകനും അങ്ങനെ ആ ഉടമയുടെ വീടും ശ്രദ്ധിക്കുന്നു. അതുപോലെ ഈ ഉടമയ്ക്ക് ഒരു മകനുണ്ട്, അവനെയും നോക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം ആ ഉടമ ഉണ്ടല്ലോ ബദ്രിനാഥ്, അദ്ദേഹത്തിന്റെ മകനെ നമ്മുടെ വക്കീൽ തുടർന്ന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ കുറച്ച് ആഡംബരത്തോടെ ജീവിക്കുന്നതും ധാരാളം പബ്ബുകളിലൊക്കെ പോകുന്നതും തന്റെ സുഹൃത്തുക്കളോടൊപ്പം കറങ്ങുന്നതും അദ്ദേഹം കാണുന്നു. ഒരു ദിവസം ഒരു കടയിലേക്ക് വന്ന് അവൻ ഐഫോൺ വാങ്ങിക്കൊണ്ട് അവിടുന്ന് പോകുന്നു. അതും നമ്മുടെ നായകൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ആ പയ്യനെ ഫോളോ ചെയ്ത് ഒരു ഇടവഴിയിൽ വെച്ച് അടി കൊടുക്കുന്നു. അപ്പോഴാണ് ആ പയ്യൻ ഭയന്നുകൊണ്ട്, സാർ, സത്യം പറയാൻ സാർ, ഞാൻ തന്നെയാണ് ആ കാർ എടുത്തത്, പക്ഷെ അതിനൊരു കാരണമുണ്ടെന്ന് പറഞ്ഞ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് പറയുന്നു. അന്ന് രാത്രി 10 മണിക്ക് മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന അച്ഛൻ്റെ കാർ ആ പയ്യൻ തന്നെയാണ് എടുത്തത്. എന്തിനാണ് എടുത്തതെന്നാൽ ഈ പയ്യന് അമ്മയില്ല, അച്ഛനാണ് ലോകം. പക്ഷെ അച്ഛൻ എപ്പോഴും എൻ്റെ മേൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ കാറിനോടാണ് സ്നേഹം. അതുകൊണ്ടാണ് ആ കാർ എടുത്തുകൊണ്ട് പോയി വിൽക്കണം എന്ന് ഞാൻ വിചാരിച്ചത്. എനിക്കും പണം ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ആ കാർ വിറ്റ് ആ പണം എൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ രാത്രി 10 മണിക്ക് ആ കാറിൽ വന്ന് കയറുമ്പോൾ ആരോ ഒരു അജ്ഞാതൻ ആ കാറിൽ വന്ന് താക്കോലിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആ അജ്ഞാതന്റെ മുഖമൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഡിക്കിയിൽ പോയി ഒളിച്ചിരുന്നു. നേരെ കാറ് ഗ്രാമത്തിന് പുറത്തുള്ള ഒരു ബാറിൽ വന്ന് നിന്നു. പക്ഷേ താക്കോൽ കാറിൽ തന്നെ ആ അജ്ഞാതൻ ഇട്ടേച്ചു പോയിരുന്നു. ഒരുപക്ഷെ ആ അജ്ഞാതൻ എൻ്റെ അച്ഛനായിരിക്കാം.
അല്ലെങ്കിൽ ആ ഡ്രൈവർ രാമരാജു ആയിരിക്കാം. അതിനുശേഷം താക്കോലോട് കൂടിയിരുന്ന എന്റെ കാർ എടുത്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോയി ഒരു സ്ഥലത്ത് വിറ്റു എന്നും അവൻ സത്യം പറയുന്നു. ഈ കാര്യം മാത്രം പുറത്തു പറയരുത്, എന്റെ അച്ഛൻ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് കെഞ്ചുന്നു. ഇത് കാരണം നായകനും ആ പയ്യനെ പോകാൻ വിടുന്നുണ്ട്. ഇപ്പോൾ ഈ കേസും പരിഹരിക്കുന്നു. ഈ സത്യം കോർട്ടിൽ പറഞ്ഞ് അവിടെ അറസ്റ്റിലായിരിക്കുന്ന രാമരാജുവിനെ പുറത്തിറക്കാമെന്നും നായകൻ വിചാരിക്കുന്നു. എന്നാൽ അവിടെയാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ഇവിടെ വൈദേഹി ഈ വക്കീലിനെ കൊലപ്പെടുത്തിയത് നേരിൽ കണ്ടു എന്ന് പറഞ്ഞ് പോലീസിനോട് പറയാമെന്നല്ലോ. അവർ ഒരു ഞെട്ടിക്കുന്ന സംഭവം പറയുന്നുണ്ട്. ഈ ബാലവക്കീലിനെ ഒരാൾ കൊലപ്പെടുത്തിയിട്ട് എനിക്കെതിരായി ക്രോസ് ചെയ്ത് നടന്നു വന്നു. ഞാൻ അവനെ കണ്ടു, അവനെ കണ്ടാൽ ഞാൻ തിരിച്ചറിയും എന്ന് പറയുന്നു. അപ്പോൾ അവിടെയുള്ള ധാരാളം CCTV ക്യാമറകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിലൊരു അജ്ഞാതൻ നടന്നു പോയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ഈ രാമരാജ് തന്നെയാണ്. ആര്? ഓൾറെഡി ഈ കാറ് മോഷണം പോയ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവനാണ്. അവനെ കണ്ടിട്ട് ഈ വൈദേഹി, ഇവനാണ് സാർ, ഇവനെ തന്നെയാണ് സാർ ഞാൻ കണ്ടത്, ഇവനാണ് ആ ബാലവക്കീലിനെ കൊലപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ കോർട്ടിന്റെ വാതിൽക്കൽ കാണിക്കുന്നു. നമ്മുടെ നായകൻ ആ കാർ കേസിൽ ഈ രാമരാജുവിന് മോചനം വാങ്ങിക്കൊടുത്ത് ഇപ്പോൾ ആ രാമരാജു തന്റെ ഭാര്യയോടും മകളോടും ഒന്നിച്ചു ചേരാൻ വേണ്ടി വരുമ്പോൾ ഒരു പോലീസ് സംഘം വന്ന് ഈ രാമരാജുവിനെ അടിച്ചു മുറിവേൽപ്പിച്ച് അവിടെ അറസ്റ്റ് ചെയ്യുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ രാമരാജുവിന് ആന്ധ്രാപ്രദേശ് മുഴുവൻ തേടിക്കൊണ്ടിരിക്കുന്ന ആ വക്കീലിന്റെ കേസിൽ ബന്ധമുണ്ട്. ആ വക്കീലിനെ കൊലപ്പെടുത്തിയത് ഈ രാമരാജു തന്നെയാണെന്ന് പറയുമ്പോൾ അവിടെ ചുറ്റുമുള്ള എല്ലാവർക്കും ഭയങ്കരമായ ഞെട്ടലുണ്ടാവുന്നു. അങ്ങനെ ഈ രാമരാജുവിനെ കൊണ്ടുപോയിട്ടും പോലീസ് അവരുടെ കസ്റ്റഡിയിൽ വെച്ച് അടി കൊടുക്കുന്നു. എന്തിനാണ് ആ വക്കീലിനെ കൊലപ്പെടുത്തിയത് എന്നും ചോദിക്കുന്നുണ്ട്. രാമരാജു ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുമ്പോൾ ഇവിടെ നായകനും ആശയക്കുഴപ്പത്തിലാവുന്നു. അവിടെ രാമരാജുവിന്റെ ഭാര്യയ്ക്കും മകൾക്കും ആശ്വാസം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നായകൻ സ്റ്റേഷനിൽ വന്ന് എന്തിനാണ് ഈ രാമരാജുവിനെ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ സ്റ്റേഷനിലും ആ CCTV തെളിവുകളിലും സംഭവം നടന്ന സ്ഥലത്ത് ഈ രാമരാജു നടന്നുപോയതും അത് ഈ വൈദേഹി കണ്ടതായി പറഞ്ഞതും എല്ലാം പറയുന്നു. അതുകൂടാതെ മറ്റൊരു സംഭവം പറയുന്നുണ്ട്. ഈ ബാലയുണ്ടല്ലോ വക്കീൽ, അദ്ദേഹത്തിന്റെ അച്ഛൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് എന്റെ മകനെ ഒരാൾ അടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഈ വക്കീൽ ബാലയെ ബസ് സ്റ്റാൻഡിൽ വെച്ച് അടിച്ച വ്യക്തി ഈ രാമരാജു തന്നെയാണ്. അവർക്ക് മുൻവൈരാഗ്യം എന്തോ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രാമരാജു പദ്ധതിയിട്ട് ഈ ബാലയെ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നും പോലീസ് ഭാഗത്ത് നിന്ന് പറയുന്നു. ഇപ്പോൾ നായകനും രാമരാജുവിന്റെ അടുത്ത് വന്ന് ഇതൊക്കെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ വക്കീലിനെ അടിച്ചതൊക്കെ സത്യമാണ്, അതിനൊരു മുൻവൈരാഗ്യമുണ്ട്, പക്ഷെ അദ്ദേഹത്തെ ഞാൻ കൊലപ്പെടുത്തിയിട്ടില്ല, എന്നെ രക്ഷിക്കണമെന്നും ചോദിക്കുന്നു. ഇപ്പോൾ കൃഷ്ണൻ എന്നൊരു വക്കീലിനെ കാണിക്കുന്നു. അതായത് ആ വക്കീൽ ബാലയുടെ കേസിൽ പോലും ഹാജരാവും. അദ്ദേഹത്തെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ നായകനെ വന്ന് കാണുന്നു. ഓ, നിങ്ങളാണ് ആ പ്രതിയായി കരുതപ്പെടുന്ന രാമരാജുവിനെ പിന്തുണച്ച് അവന് വേണ്ടി വാദിക്കുന്ന വക്കീലല്ലേ? എന്തായാലും ഈ കേസിൽ തോൽക്കും, പിന്നെ എന്തിനാണ്? സഹായം ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞ് വിസിറ്റിംഗ് കാർഡും കൊടുത്തിട്ട് പോകുന്നു. ഇപ്പോൾ കോർട്ടിൽ വന്നാൽ ആ കൃഷ്ണൻ ജഡ്ജിയുടെ മുൻപിൽ വന്ന് ഒരു മൂർച്ചയുള്ള ആയുധം വെച്ചാണ് ഈ രാമരാജു ആ ബാല എന്ന വക്കീലിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. DNA റിപ്പോർട്ട് മുതൽ എല്ലാം മാച്ച് ആവുന്നു. അതിനുശേഷം ബാലയുടെ അച്ഛനെ വിളിച്ച് ഓൾറെഡി ഈ രാമരാജു തന്റെ മകൻ ബാലയെ ബസ് സ്റ്റാൻഡിൽ അടിച്ചത് രണ്ടാമത്തെ തവണ ആ 27-ാം തീയതി രാവിലെയും എന്റെ മകനെ ഇവനാണ് അടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പറയിപ്പിക്കുന്നു. ഇപ്പോൾ അവസാനം വൈദേഹിയെ കൂട്ടിൽ കയറ്റുന്നു. വൈദേഹിയും അന്ന് രാത്രി ഞാൻ ജോലി കഴിഞ്ഞ് നടന്നു വരുമ്പോൾ അവിടെ ആ വക്കീലിനെ ആരോ കൊലപ്പെടുത്തിയിട്ട് എനിക്ക് എതിർവശത്ത് കൂടി നടന്നു വന്നു. ഞാൻ അവന്റെ മുഖം കണ്ടു, അത് ഈ രാമരാജു ആണെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് രാമരാജു ഞാൻ ഒന്നും ചെയ്തില്ല, എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് കരയുമ്പോഴാണ് നമ്മുടെ നായകൻ എഴുന്നേൽക്കുന്നത്. എനിക്കൊരൊറ്റ ചോദ്യം മാത്രമാണുള്ളത്. ആ ബാലയെ ഈ രാമരാജു തന്നെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നതിന് CCTVയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ വൈദേഹി പറയുന്നത് വെച്ചാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ ഈ വൈദേഹിയുടെ അടുത്ത് വന്ന് നിങ്ങൾ ഈ ബാലയെ രാമരാജു കത്തിയെടുത്ത് കുത്തുന്നത് കണ്ടോ എന്ന് ചോദിക്കുന്നു. അവർ ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ എന്ത് വെച്ചാണ് ഇദ്ദേഹമാണ് ആ ബാലയെ കൊലപ്പെടുത്തിയതെന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ വക്കീൽ ബാല മരിച്ചുപോയതിന് ഏകദേശം 10 അടി ദൂരത്ത് അന്ന് രാത്രി 10 മണിക്ക് റോഡിൽ ഞാൻ നടന്നുപോയിരുന്നു. അപ്പോൾ ഒരു അജ്ഞാതനെ കണ്ടു. അത് ഈ രാമരാജു ആണ്. അവൻ വളരെ പകച്ച രീതിയിലാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ പകച്ചു പോകുന്നത് എന്ന് പറഞ്ഞ് കുറച്ച് ദൂരത്ത് ഇടത്തോട്ട് ചെന്ന് നോക്കിയാൽ അവിടെ ആ വക്കീൽ ബാലയുടെ മൃതദേഹം ഉണ്ടായിരുന്നു. അത് വെച്ചാണ് ഞാൻ പറയുന്നത് ഈ രാമരാജു തന്നെയാണ് ഇത് ചെയ്തിരിക്കുക എന്നും ആ പെൺകുട്ടി പറയുന്നു. അപ്പോൾ ഈ വക്കീൽ ദേഷ്യത്തോടെ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങൾ അവന്റെ മേൽ സംശയിച്ചെങ്കിൽ അതേ സംഭവ സ്ഥലത്ത് നിങ്ങൾ ഉണ്ടായിട്ടുണ്ട്, CCTV ക്യാമറയിൽ പോലും അത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ എന്തിനാണ് ആ ബാലയെ കൊലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത് എന്നും ഒരു ചോദ്യം ചോദിക്കുന്നു. ഇതിൽ വൈദേഹിയും ഞെട്ടിപ്പോകുന്നുണ്ട്. അവർക്ക് എന്തു മറുപടി പറയണമെന്ന് അറിയുന്നില്ല. ഇപ്പോൾ ഈ കേസിനെ മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെക്കുമ്പോൾ വൈദേഹിയുടെ മേൽ നമ്മുടെ നായകൻ ഈ ചോദ്യം ചോദിച്ചതിന് ശേഷം വൈദേഹിയുടെ വീട്ടിലും വന്ന് പോലീസുകാർ ധാരാളം പരിശോധന നടത്തുന്നു. ഇതിൽ വൈദേഹിയുടെ മേൽ നോക്കുന്ന ആ സോഫ്റ്റ്വെയർ കമ്പനിയിലും അവർക്ക് സമ്മർദ്ദം ഉണ്ടാവുന്നു. നിങ്ങൾ ഈ കേസ് തീരുന്നത് വരെ ഈ ജോലിയിൽ തുടരേണ്ട എന്ന് പറഞ്ഞ് അവരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. ഇപ്പോൾ നമ്മുടെ നായകൻ ഈ വൈദേഹിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അന്ന് രാത്രി നിങ്ങൾ ആ സ്ട്രീറ്റ് കടന്നു പോകുമ്പോൾ എന്തെല്ലാം കണ്ടു എന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ വരുന്നു. എന്നാൽ വൈദേഹി അദ്ദേഹത്തിന് മറുപടി പറയാൻ തയ്യാറല്ല. നിങ്ങളുടെ മേൽ ഭയങ്കര ദേഷ്യത്തിലാണ് ഞാൻ, നിങ്ങളെ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ കേസിൽ കുടുങ്ങിയത്, ഇവിടെ നിന്ന് പൊക്കോ എന്നും അവർ ദേഷ്യപ്പെട്ട് പറയുന്നു. ഇപ്പോൾ പോലീസുകാരുടെ CCTV ഫുട്ടേജിൽ ഒരു പുതിയ കാര്യം അറിയാൻ കഴിയുന്നുണ്ട്. അതിൽ ആ വക്കീൽ മരിച്ചുപോയ സ്ഥലത്തിനടുത്ത് ഒരു നിഴൽ കാണുന്നുണ്ട്. ആ വ്യക്തിയായിരിക്കും ആ വക്കീലിനെ കൊലപ്പെടുത്തിയിരിക്കുക എന്നും ആ പോലീസുകാർ തെളിയിക്കുന്നു. ആ നിഴൽ ഒരു പുരുഷന്റെ നിഴലാണ്. അതുകൊണ്ട് ഈ വൈദേഹി കൊലപ്പെടുത്താൻ
സാധ്യതയില്ല. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഈ രാമരാജു തന്നെയാണ് ആ നിഴലിലുള്ള വ്യക്തിയായിരിക്കുക എന്നും പോലീസ് ഭാഗത്തുനിന്ന് പറയുന്നു. ഇതിലൂടെ വൈദേഹിയും ആശ്വാസം കണ്ടെത്തുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വൈദേഹി സ്വയം വന്ന് നമ്മുടെ നായകനോട്, ആ പോലീസുകാരന്റെ അടുത്ത് നിങ്ങൾ തന്നെയാണ് ആ CCTV ഫുട്ടേജിൽ ആ നിഴൽ കണ്ട കാര്യം പറഞ്ഞതെന്ന് എനിക്കറിയാമായിരുന്നു. വളരെ നന്ദി എന്നെ ഈ കേസിൽ നിന്ന് രക്ഷിച്ചതിന്. ഇനി നിങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങളെല്ലാം ഞാൻ ചെയ്യാം എന്നും പറയുന്നു. അപ്പോൾ നമ്മുടെ നായകൻ റോഡിൽ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ ഒരു ബൈക്കിൽ വരുന്ന വ്യക്തി പെട്ടെന്ന് കൊലപ്പെടുത്താനായി വരുന്നു. ഇപ്പോൾ ആ വ്യക്തിയെ നായകൻ എങ്ങനെയോ പിടികൂടി. നീ ആരാണ് നിന്നെ അയച്ചത് എന്നും ചോദിക്കുന്നു. എന്നാൽ ആ വ്യക്തി മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ നായകന്റെ കണ്ണിൽ മണ്ണെറിഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇതിലൂടെ ഈ ബാലയുടെ കേസിന് പിന്നിൽ എന്തോ ഒരു വലിയ ശക്തിയുണ്ട്. അത് മറയ്ക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ആളെയൊക്കെ അയക്കുന്നത് എന്നും നായകന് മനസ്സിലാവുന്നു. നായകനും വൈദേഹിയോട് പറഞ്ഞ് ബാലയുടെ വീട്ടിലേക്ക് പോകാൻ കഴിയുമോ, അങ്ങനെ ബാലയുടെ റൂമിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ചില തെളിവുകൾ എടുത്തുകൊണ്ട് വരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വൈദേഹിയും ബാലയുടെ വീട്ടിലേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛനോട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ കാപ്പി ഉണ്ടാക്കുന്ന സമയം നോക്കി ആ വക്കീൽ ബാലയുടെ റൂമിലേക്ക് വന്ന് ഒരു മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനും എടുക്കുന്നു. അതും എടുത്ത് നായകന്റെ അടുത്ത് കൊണ്ടു കൊടുക്കുന്നു. ഇത് നായകന് ഒരു വലിയ തെളിവായി ലഭിക്കുന്നു. അടുത്ത ദിവസം തന്നെ നമ്മുടെ നായകൻ കോർട്ടിലേക്ക് ഒരു ഡോക്ടറിനോടൊപ്പം വരുന്നുണ്ട്. അങ്ങനെ ആ ഡോക്ടറുടെ അടുത്ത് ഒക്ടോബർ 27-ാം തീയതി രാവിലെ ബാലയ്ക്ക് ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ബൈക്കിൽ പോകുമ്പോൾ താഴെ വീണിട്ടുണ്ട്. അങ്ങനെ ബാലയെ ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടർ ഇവരാണ്. അതുകൊണ്ടാണ് ബാലയുടെ നെറ്റിയിൽ മുറിവുണ്ടായത്. അതിനുള്ള മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഇതാണെന്നും പറഞ്ഞ് ആ ഷീറ്റും കാണിക്കുന്നു. ഇതിലൂടെ മുൻപ് ഈ വക്കീൽ ബാലയുടെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ രാമരാജു തന്നെയാണ് തന്റെ മകൻ ബാലയെ ബസ് സ്റ്റാൻഡിൽ അടിച്ചത്. അതിനുശേഷം രണ്ടാമത്തെ തവണ മകന്റെ നെറ്റിയിൽ അടിച്ച് മുറിവുണ്ടാക്കിയതെന്ന്. അതിൽ ആ രണ്ടാമത്തെ തവണ ഈ രാമരാജു അടിച്ചിട്ടില്ല. തന്റെ മകൻ തന്നെയാണ് ബൈക്കിൽ നിന്ന് വീണിരിക്കുന്നതെന്നും അവിടെ തെളിയുന്നു. ഇപ്പോൾ നമ്മുടെ നായകൻ വളരെ തളർന്നിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവരെ സംസാരിക്കാത്ത നായകന്റെ അച്ഛൻ വന്ന് തന്റെ മകനോട് സംസാരിക്കുന്നുണ്ട്. അതുവഴി അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹത്തിന്റെ ഉന്മേഷം തിരികെ ലഭിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ നായകന് ഒരു പ്രധാനപ്പെട്ട സൂചന ലഭിക്കുന്നത്. അതൊരു ഫോൺ നമ്പറാണ്. ആ ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് നോക്കുമ്പോൾ അത് ഈ ബദ്രീനാഥ് ഉണ്ടല്ലോ, അയാളാണ് മുൻപ് കാറ് കാണാതായി എന്ന് കേസ് കൊടുത്തത്. അദ്ദേഹത്തിന്റെ മകന്റെ ഫോൺ നമ്പറാണ്. ഇപ്പോൾ അടുത്ത ദിവസം കോർട്ടിൽ ആ ബദ്രീനാഥിനെയും അദ്ദേഹത്തിന്റെ മകനെയും നമ്മുടെ നായകൻ ഹാജരാക്കുന്നു. ഈ കേസിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ബദ്രീനാഥ് ഉണ്ടല്ലോ, ഇദ്ദേഹമാണ് എല്ലാ സംഭവങ്ങളും ചെയ്തിരിക്കുന്നത് എന്ന് നായകൻ പറയുമ്പോൾ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഓൾറെഡി ബദ്രീനാഥിന്റെ മകനെ നായകൻ ക്ഷമിച്ചയച്ചതുകൊണ്ട് നായകന്റെ മേൽ അവനൊരു ബഹുമാനമുണ്ട്. ആ ഫോൺ നമ്പർ ട്രേസ് ചെയ്തതൊക്കെ വെച്ച് വീണ്ടും ആ പയ്യന്റെ അടുത്തേക്ക് നായകൻ സംസാരിക്കുമ്പോൾ അവനൊരു സത്യം പറയുന്നുണ്ട്. ആ പയ്യന് അമ്മയുണ്ടായിരുന്നില്ല, അച്ഛനാണ് ലോകം എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. ശരിക്കും അവരുടെ അമ്മ എങ്ങനെയാണ് മരിച്ചു പോയതെന്നാൽ ചെറുപ്പത്തിൽ ഈ പയ്യന്റെ അച്ഛനായ ബദ്രീനാഥും അവരുടെ അമ്മയ്ക്കും വഴക്കുണ്ടായിരുന്നു. ആ വഴക്കിൽ ഒരു മൂർച്ചയുള്ള ആയുധമെടുത്ത് ഈ ബദ്രീനാഥ് തന്നെയാണ് സ്വയം കൈകൊണ്ട് അവരുടെ ഭാര്യയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ചെറിയ പയ്യനായിരിക്കുമ്പോൾ തന്നെ ആ പയ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നു മുതലാണ് അവൻ അച്ഛന്റെ മേലൊരു ഭയം വന്നത്. പക്ഷെ ആ കേസിൽ അദ്ദേഹം ഹാജരാകാതെ അദ്ദേഹത്തിന് പകരം വേറൊരു വ്യക്തിയെ ഹാജരാക്കി അയാളെ ജയിലിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ എല്ലാ സത്യവും ആ ബദ്രീനാഥിന്റെ മകൻ പറഞ്ഞ നായകനും അറിഞ്ഞതിന് ശേഷം അതും കോർട്ടിൽ വെളിപ്പെടുത്തുന്നു. ശരി, എപ്പോഴും നടന്ന ആ സംഭവത്തിനും ഇപ്പോൾ ഈ ബാലവക്കീൽ മരിച്ചു പോയതിനും എന്ത് ബന്ധമാണുള്ളത് എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു പാറ്റേൺ പറയുന്നത്. ബാല മരിച്ചു പോയതിന്റെ പാറ്റേൺ നോക്കിയാൽ അവനും ഒരു മൂർച്ചയുള്ള വസ്തു കഴുത്തിനടുത്ത് ആരോ ഇറക്കിയിരുന്നു. ഏകദേശം 10 വർഷം മുമ്പ് ഈ ബദ്രീനാഥ് തന്റെ ഭാര്യയെ ഏത് പാറ്റേണിലാണോ കൊലപ്പെടുത്തിയത് അതേ പാറ്റേൺ തന്നെയാണ് ഇതും. രണ്ടാമതായി മറ്റൊരു തെളിവും ലഭിച്ചിരിക്കുന്നുണ്ട്. ആ കാറുടമ ബദ്രീനാഥിന്റെ മകനുണ്ടല്ലോ, അവൻ അന്ന് രാത്രി ആ കാർ മോഷ്ടിക്കാൻ നോക്കുമ്പോൾ ആ കാർ ഒരു അജ്ഞാതൻ ഓടിച്ചുകൊണ്ട് പോയതായി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് അവന്റെ അച്ഛൻ ബദ്രീനാഥ് തന്നെയാണ്. അദ്ദേഹം എങ്ങോട്ടാണ് ഓടിച്ചുകൊണ്ട് പോയതെന്നാൽ നേരെ ഈ വക്കീൽ ബാലയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓടിച്ചുകൊണ്ട് പോയിരുന്നത്. അങ്ങനെ അദ്ദേഹം താക്കോലുമായി ഒരു ബാറിൽ ആ കാർ നിർത്തിയിട്ട് നടന്നുപോയി ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നുകൊണ്ട് ആ ബാലയെ കൊലപ്പെടുത്താൻ വേണ്ടി കാത്തിരുന്നു. ആ സമയം ബാല ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്റെ ബൈക്കിൽ കയറുമ്പോൾ പിന്നിൽ നിന്ന് വന്ന് ആ ബാലയെ ഈ ബദ്രീനാഥ് തന്നെയാണ് കൊലപ്പെടുത്തിയിട്ട് അതിനുശേഷം അടുത്തുപോയി ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയം നമ്മുടെ രാമരാജു ആ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ആ രാമരാജുവിനെ ഈ വൈദേഹി കണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവർക്ക് സംശയം വന്ന് അവന്റെ മേൽ പഴി വന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നായകൻ അവിടെ തെളിവോടെ തെളിയിക്കുന്നു. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരുടെയും മുഖം മാറുന്നുണ്ട്. പ്രധാനമായി എതിർഭാഗം വക്കീലായ ആ കൃഷ്ണന്റെ മുഖവും മാറുന്നു. ഒരവസരത്തിൽ എതിർകക്ഷി വക്കീൽ ആ കൃഷ്ണൻ തലകറങ്ങി നെഞ്ചുവേദന വന്ന് താഴെ വീഴുന്നു. അതിനുശേഷമാണ് നമ്മുടെ നായകൻ ഒരു അൾട്ടിമേറ്റ് ട്വിസ്റ്റും പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നായകനെ ഒരു ലേഡി വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ഒരു ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലേഡി ആരാണെന്നാൽ ഈ എതിർകക്ഷി വക്കീൽ കൃഷ്ണൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയാണ്. ഈ കൃഷ്ണൻ തന്റെ ഭാര്യ മരിച്ചു പോയതിനു ശേഷം എന്നെ നിർബന്ധപൂർവ്വം വിവാഹം കഴിച്ചു. വിവാഹത്തിന് ശേഷം എന്നെ ഒരു അടിമയെ പോലെയാണ് നടത്തിയിരുന്നത്. എന്നെ ഇപ്പോഴും മോഡേൺ ഡ്രസ്സ് ധരിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കും. പിന്നെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സൊക്കെ വന്ന് എന്നെ കൊണ്ട് തന്നെ മദ്യം ഒഴിച്ചു കൊടുക്കാൻ പറയും. എന്നെ ഒരു വസ്തുവായി മാത്രമാണ് അദ്ദേഹം കണ്ടത്. പ്രധാനമായി അദ്ദേഹം ധാരാളം നിയമവിരുദ്ധ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹം വക്കീലായതുകൊണ്ട് ആരുടെയും അടുത്ത് കുടുങ്ങാതെ എളുപ്പത്തിൽ പുറത്തു വരും. അപ്പോഴാണ് അദ്ദേഹം ചെയ്യുന്ന നിയമവിരുദ്ധ ബിസിനസ്സുകളൊക്കെ വേറൊരു വക്കീലിനെ വെച്ച് നോക്കാം എന്ന് പറഞ്ഞ് തീരുമാനിച്ചത്. അതിനുവേണ്ടിയാണ് ഈ ബാലയെ ഓപ്പണിംഗ് സീനിൽ ഫോൺ ചെയ്തത്. അദ്ദേഹത്തെ വെച്ച് ആ കണക്ക് കാര്യങ്ങളെല്ലാം അദ്ദേഹം നോക്കിപ്പിച്ചു. അങ്ങനെ ഈ
ഈ ബാല ഇടയ്ക്കിടയ്ക്ക് ഈ കൃഷ്ണന്റെ വീട്ടിൽ വന്ന് എന്നോടൊപ്പം, അതായത് കൃഷ്ണന്റെ രണ്ടാമത്തെ ഭാര്യയോടൊപ്പം ഈ ബാല അടുത്ത് പെരുമാറാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നാളുകളിൽ ഫോണിൽ സംസാരിക്കുന്നതും രഹസ്യമായി മീറ്റ് ചെയ്യുന്നതൊക്കെയായി അവരുടെ ബന്ധം വർദ്ധിപ്പിക്കുന്നു. ഇതെല്ലാം ഒരേ അവസരത്തിൽ ഈ കൃഷ്ണൻ ഉണ്ടല്ലോ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു ചെറിയ സംശയം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ദിവസം ആ സംശയം കൺഫേം ആയിരിക്കുന്നു. ഈ ബാലയാകട്ടെ കൃഷ്ണന്റെ രണ്ടാമത്തെ ഭാര്യയോടൊപ്പം ബൈക്കിൽ ഒരു ഹോട്ടലിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ ആ ബൈക്ക് ഒരു അപകടത്തിൽപ്പെട്ടു. അതിൽ അവർ രണ്ടുപേർക്കും പരിക്കേറ്റിരുന്നു. അതായത് ബാലയ്ക്കും കൃഷ്ണന്റെ രണ്ടാമത്തെ ഭാര്യയ്ക്കും പരിക്കേറ്റിരുന്നു. രണ്ടുപേരും ഡോക്ടറുടെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷമാണ് വീട്ടിലേക്ക് തിരികെ വന്നിരിക്കുന്നത്. ഇത് ഈ കൃഷ്ണനും കണ്ടിരുന്നു. ഇവർ രണ്ടുപേർക്കും പരിക്കേറ്റിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും പുറത്തു പോയിരിക്കുന്നു. അപ്പോൾ ഇത് ഉറപ്പാണ്, എന്റെ ഭാര്യയ്ക്കും ഈ ബാലയ്ക്കും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്ന് അവൻ വിചാരിക്കുന്നു. ഇവനെ വെറുതെ വിടരുത്, ഇവന്റെ കഥ എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോഴാണ് ഈ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായ ഈ ബദ്രിനാഥ് ഉണ്ടല്ലോ ആ കാറുടുമ അദ്ദേഹത്തെ വിളിച്ചിട്ട്, എടാ 10 വർഷം മുമ്പ് നിന്റെ ഭാര്യയെ നീ കൊലപ്പെടുത്തിയ കേസ് പുറത്തറിയാതെ മൂടി വെച്ചത് ആരാണ്? നിന്റെ വക്കീലായ ഈ ഞാനല്ലേ? അങ്ങനെ നീ എനിക്ക് വേണ്ടി മറ്റൊരു കാര്യം ചെയ്യണം. എന്റെ ബാലയുടെ പിന്നാലെ നടന്നു വരുന്ന ആ ബാലയുടെ കഥ തീർക്കണം എന്ന് പറഞ്ഞ് അവനെ ഉപയോഗിച്ച് ഈ ബാലയുടെ കഥ തീർപ്പിച്ചത് ഈ വക്കീലായ കൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ആ കൃഷ്ണന്റെ രണ്ടാമത്തെ ഭാര്യ പറയുന്നത് വഴിയാണ് നമ്മുടെ നായകൻ അറിയുന്നത്. ഇപ്പോൾ ആ വിഷയം കോർട്ടിൽ പറഞ്ഞ് ആ ബദ്രിനാഥനും ആ കൃഷ്ണനും ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കുന്നു. ശരി, അപ്പോൾ എന്തിനാണ് ആ രാമരാജു ആ വക്കീൽ ബാലയെ അടിക്കണം? അദ്ദേഹം എന്തിനാണ് ബാലയെ കൊലപ്പെടുത്തിയ സ്ഥലത്തേക്ക് പോകണം എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അതൊരു പ്ലാൻ ആയിരുന്നു. ശരിക്കും ആ വക്കീൽ ബാലയും അത്ര നല്ലവനൊന്നുമല്ല. പ്രധാനമായി ഈ രാമരാജുവിന് ഒരു പെങ്ങളുണ്ടെന്ന് തോന്നുന്നു. ആ പെങ്ങളെ പ്രണയിക്കാം എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് ആ വക്കീൽ ബാല അവളോടൊപ്പം കറങ്ങിയിരുന്നു. അങ്ങനെ കറങ്ങി പ്രണയിക്കുന്ന പോലെ കള്ളം പറഞ്ഞ് ആ പെൺകുട്ടിയുടെ ധാരാളം ഫോട്ടോകളൊക്കെ തന്റെ സെൽഫോണിൽ സ്റ്റോർ ചെയ്ത് വെച്ച് പണം കൊടുക്കാൻ പറഞ്ഞതും ആ പെൺകുട്ടിയെ ഈ വക്കീൽ ബാല ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതുകൊണ്ടാണ് ദേഷ്യം പിടിച്ച ആ രാമരാജു ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് ഈ വക്കീൽ ബാലയെ അടിച്ചത്. ഈ വിഷയം ഈ കൃഷ്ണൻ ഉണ്ടല്ലോ, വക്കീൽ കൃഷ്ണൻ, അദ്ദേഹവും അറിഞ്ഞിട്ട് ഓൾറെഡി ഈ വക്കീൽ ബാലയ്ക്കും ഈ രാമരാജുവിനും ഒരു വൈരാഗ്യമുണ്ട്. നമ്മൾ ഈ വക്കീൽ ബാലയെ കൊലപ്പെടുത്തുന്ന സമയത്ത് ആ രാമരാജുവിനെ എങ്ങനെയെങ്കിലും അവിടെ വരുത്തി കളയാം എന്ന് പറഞ്ഞ് ആ ഫോട്ടോകളൊക്കെ നിനക്ക് തിരികെ തരാം, ഈ സ്ഥലത്ത് വന്ന് കളക്ട് ചെയ്തോ എന്ന് പറഞ്ഞ് ഒരു വ്യാജ മെസ്സേജ് അയച്ച് ഈ രാമരാജുവിനെ അവിടെ വരുത്തിയിട്ടുണ്ടാവും. അതുവഴിയാണ് ഇദ്ദേഹം എല്ലാത്തിനും കുടുങ്ങി ഇതെല്ലാം സംഭവിച്ചത്. ഇതെല്ലാം അവിടെ തെളിയുമ്പോൾ അതുവഴി അദ്ദേഹം മോചിതനാവുന്നു. അവസാനം തന്റെ ഭാര്യയോടും മകളോടും രാമരാജു വന്ന് ചേരുന്നതും അങ്ങനെ നമ്മുടെ നായകൻ വിചാരിച്ചതുപോലെ അദ്ദേഹം ഇപ്പോൾ ഒരു വക്കീലായി മാറിയതും കാണിക്കുന്നു. അങ്ങനെ ഒരു സന്തോഷകരമായ ക്ലൈമാക്സോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. സിനിമയുടെ കഥ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. സോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.